ഹലോ എവ്രിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവരും നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആൻഡ് സെൻസെക്സ് ഈ മൂന്ന് ഇൻഡെക്സിനെ അനലൈസിസ് ചെയ്യും. ഈ അനലൈസിസ് നമ്മുടെ നാളത്തേക്കുള്ള അനലൈസിസ് ആണ്. ഓക്കെ, സോ നമ്മുടെ അനലൈസിസ് കിടക്കാം. അനലൈസിസ് കിടക്കുന്ന മുന്നേ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും കൂടി. ഓക്കെ, സോ ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്, നമ്മുടെ ബിഗർ ടൈം ഫ്രെയിമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ബിഗർ ടൈം ഫ്രെയിമിൽ നമ്മുടെ നിഫ്റ്റി 1 അവർ ചാർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. 1 അവർ ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് എക്സാക്റ്റ് ഇന്ന് നമ്മുടെ ആ ഒരു യെല്ലോ ഈ ഒരു സോൺ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ അപ്പർ പൊസിഷനിലാണ് ഇന്ന് ടാപ്പ് ചെയ്തേക്കുന്നത്. റൈറ്റ്, കറക്റ്റ് അവിടെ തന്നെയാണ് ടാപ്പ് ചെയ്തേക്കുന്നത്. ആൻഡ് ദെൻ അവിടെ നിന്ന് ഒരു 1 അവർ ടൈം ഫ്രെയിമിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഡോജി ടൈപ്പ് ഓഫ് റിവേഴ്സൽ ക്യാൻഡിലാണ് കാണിക്കുന്നത്. ടൈപ്പ് ഓഫ് റിവേഴ്സൽ, ഓക്കെ, ഇത് റിവേഴ്സൽ അല്ല, ടൈപ്പ് ഓഫ് റിവേഴ്സൽ. ദാറ്റ് മീൻസ് പോസ് എടുക്കുന്നു. കറക്റ്റ് എക്സാക്റ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയി കറക്റ്റ് അവിടെ തന്നെയാണ് കണ്ടത്. ആൻഡ് നമ്മുടെ ഈ ഒരു എക്സ്പാൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ, ഓക്കെ, ഈ ഒരു എക്സ്പാൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, എക്സാക്റ്റ് അവിടെ തന്നെയാണ് ഇപ്പോൾ ഇത് അപ്പർ പോർഷൻ ഇതാണ് ഇതിൻ്റെ. ആൻഡ് അവിടെ തന്നെയാണ് ഇന്ന് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് നിയർ അവിടെ. ആൻഡ് ദെൻ അവിടെ തന്നെയാണ് ലോ അടിച്ചിങ്ങനെ. സോ അവിടെ ഒരു ടൈപ്പ് ഒരു ഹേർഡിലാണ് നമുക്ക്, അതുകൊണ്ടാണ് ആ ഒരു പോസ് എടുക്കുന്നത്. ദാറ്റ് മീൻസ് ഈ സപ്പോർട്ട് സോൺ ബ്രേക്ക് കാണിച്ചു തരാം ഞാൻ. നമ്മുടെ എക്സ്പാൻഡ് ട്രയാങ്കിളിൻ്റെ സപ്പോർട്ട് സോൺ ബ്ലാക്ക് ലൈൻ, ഓക്കെ. ആൻഡ് ദെൻ ഇവിടുന്ന് വരുന്ന നമ്മുടെ ഈ ഒരു സപ്പോർട്ട് ബിഗർ ടൈം ഫ്രെയിമിൽ ഒരു സപ്പോർട്ട് ലൈൻ, റൈറ്റ്, ബ്ലൂ കളറുടെ. അത് നമ്മൾ ഇന്നല്ല, ഒരു 2-3 ആഴ്ച മുന്നേ ഉള്ള ഡിസ്കഷനാണ്. പ്രൈസ് ഇവിടെ വന്നാലേ നമുക്ക് ബോട്ടം ഔട്ട് ആവുകയുള്ളൂ എന്ന്, അല്ലെങ്കിൽ 2-3 ആഴ്ച കഴിഞ്ഞ 2-3 ദിവസം മുന്നേ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇത് ബോട്ടം ഒന്നും ആയിട്ടില്ല. ഇവിടെ വന്നാലേ ബോട്ടം ആവാൻ ഉള്ള ഒരു ഇതാവുകയുള്ളൂ. ബോട്ടം ഗ്യാരണ്ടി അല്ല, ബട്ട് ബോട്ടം ആവാനുള്ള ഒരു ശ്രമം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ 5 വേവ് നമ്മുടെ ഫുൾ 5th 1 2 3 4 5 നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു 5 ഇവിടെ തന്നെ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, അതിൻ്റെ ടാർഗറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ന്യൂ വ്യൂവേഴ്സ് നമ്മൾ ചേർന്നിട്ടുണ്ട്. സോ അവർക്ക് ഒന്ന് പറയാം, നമുക്ക് ഫിബ് റിട്രേസ്മെൻറ്റ് നമ്പർ ഇവിടെ നിന്ന് എടുക്കുന്നു. ആൻഡ് ദെൻ ആ ഈ ലേറ്റസ്റ്റ് ഇവിടെ ഒരു ഹൈ അതിലേക്ക് നമ്മൾ എങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് എക്സാക്ട് ടാർഗറ്റ് കിട്ടുന്നത് എത്രയാണ്, 22,815 ആൻഡ് ദെൻ 22,560. ഓക്കെ, 161.80 ഇവിടെ വരെയും പോകാൻ ചാൻസസ് ഉണ്ടാകും. ബട്ട് അത് റെയർ കേസസ്, റെയർ എന്ന് പറഞ്ഞാൽ ഒത്തിരി ബാഡ് എന്തെങ്കിലും ന്യൂസ് വരികയാണെങ്കിൽ, ദാറ്റ് മീൻസ് നമ്മുടെ ഇത് വരുന്നുണ്ടല്ലോ, ബഡ്ജറ്റ് റിലേറ്റഡ് ന്യൂസ് ഓർ എന്തെങ്കിലും ഹെവി ന്യൂസ് പുറത്തുനിന്ന് US എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ന്യൂസ് വരികയാണെങ്കിൽ റെയർ കേസസ് മാത്രമേ 161.80% വരാറുള്ളൂ. ഓർ നമ്മുടെ ഈ ഒരു ലെവൽ 2 ലെവലാണ് ഞാൻ കൊടുത്തത്. ഇതിൻ്റെ ഇടയിൽ ശരിക്കും റിവേഴ്സ് ആവേണ്ടതാണ്. നമുക്ക് നോക്കാം എപ്പോഴാണ് ഞാൻ ഇനി ഈ ഫിബൊനാച്ചി ഞാൻ ക്ലോസ് ചെയ്യുന്നു, അത് മാറ്റി ഞാനിപ്പോൾ എപ്പോഴാണ് ഇനി ഫെർദർ ഫാൾ ഈ ഒരു ഡേ ലോ, ഇന്നത്തെ ഡേ ലോ ക്ലോസിങ് ഇതിൻ്റെ ബിലോ ക്ലോസിങ് വരാൻ തുടങ്ങിയാൽ സോ ഫർദർ ഫോൾ നമുക്ക് ഇവിടെ വരെ നോക്കാം. ഇതിനിടയിൽ വരെ ചെറിയൊരു ലെവലുണ്ട്. ഇൻട്രാഡേ പർപ്പസിൽ ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. 730 ആണ് അത് വരുന്നത്. ഓക്കെ, സപ്പോർട്ട് സോൺ അത് ഇൻട്രാഡേ പർപ്പസിലാണ്. ഇവിടുത്തെ റിവേഴ്സ് ആവാൻ ചാൻസസ് വളരെ കുറവാണ് മേ ബി, ബട്ട് ഇത് ഫുൾ ഒരു ബൈയിങ് സോണാണ്. ഇൻട്രാഡേ പർപ്പസിലാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. 730 2025 ലെവൽ. ഓക്കെ, സോ അതൊന്ന് ശ്രദ്ധിക്കുക. ഇൻട്രാഡേ പർപ്പസിൽ ഇൻ കേസ് അവിടെ കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഇത് ഫുൾ ബൈയിങ് സോണാണ് ഇൻ ബിഗർ ടൈം ഫ്രെയിമിൽ. ഓക്കെ, ഇനി ആണ് പറയാനുള്ളത് എനിക്ക് മെയിനായിട്ടൊരു കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണത് ഇപ്പോഴെന്ന് വെച്ചാൽ ഗ്യാപ്പ് മറ്റേ ബോട്ടം ആയിട്ടില്ല, ആവാറായി. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഏരിയയിൽ വന്നാൽ നമുക്ക് ബോട്ടം ഔട്ട് ആകുമെന്ന് ആണ്. ബോട്ടം ഇവിടെ തപ്പുന്നു, ഇൻഡെക്സ് ഇവിടെ ഈ ഏരിയയിൽ വന്നാൽ ബോട്ടം ഇവിടെ തപ്പാൻ ശ്രമിക്കുന്നതാണ്. ഇനി പറയാനുള്ളത് ഇതിൻ്റെ കൺഫർമേഷൻ ഇപ്പോഴാണ് കിട്ടുക. ഓക്കെ, ഇതിൻ്റെ കൺഫർമേഷൻ എങ്ങനെ കിട്ടുക? സോ കൺഫർമേഷൻ കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ ഒരു ഗ്യാപ്പില്ലേ, ഈ ഒരു ഗ്യാപ്പ്, അത് നമ്മുടെ ഈ ഗ്യാപ്പ് എക്സോഷൻ ഗ്യാപ്പാണ് നമ്മുടെ ഇതെന്ന് പറയണത്. നമ്മൾ ഈ ഗ്യാപ്പ് ശരിക്കും വരേണ്ടതായിരുന്നു, ഇത് വരണം. അപ്പോഴാണ് നമ്മുടെ ഈ വേവ് തീരാറായി, ഇത് തീരണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത് റൂളുണ്ട്. സോ അത് ഗ്യാപ്പ് ഇങ്ങനെ ഇത് വന്നത് ശരിക്കും നല്ലൊരു ഗ്യാപ്പ് തന്നെയാണ്, ഇത് വരേണ്ടതായിരുന്നു. ഇനി നമുക്ക് കൺഫർമേഷൻ, ഇനി നമുക്ക് ഫർദർ കാര്യം ഡിസ്കസ് ചെയ്യാം. ഇനി 1 അവർ ടൈം ഫ്രെയിമിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മളത്, ബാക്കി തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. കൺഫർമേഷൻ ഈ ഗ്യാപ്പ് ഇപ്പോൾ കാണുന്ന ഗ്യാപ്പില്ലേ, ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവണം. മനസ്സിലായോ? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും ബുക്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ, ഇതാരും പറഞ്ഞു തരത്തില്ല കേട്ടോ. ഇത് നല്ല ഹെവി കൂടിയ കോഴ്സസിൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുള്ളൂ.
നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കൺഫർമേഷൻ ബോട്ടം ഔട്ട് എപ്പോഴായി, അത് ബോട്ടം ഔട്ട് ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺഫർമേഷൻ എങ്ങനെ കിട്ടിയ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ, ഈ ഗ്യാപ്പ് ഇത് എക്സോഷൻ ഗ്യാപ്പാണ്, ഇത് വരേണ്ടതായിരുന്നു, വന്നു. ഇനി ഈ ഗ്യാപ്പിൻ്റെ അബവ് പ്രൈസ് ഡെയിലി ടൈം ഫ്രെയിമിൽ ക്ലോസിങ് തരണം, ഓർ ബാക്ക് ടു ബാക്ക് 1 hourൽ സസ്റ്റെയിൻ ആവണം. ഓക്കെ, ഞാൻ ക്ലോസിങ് തന്നെ സജസ്റ്റ് ചെയ്യുള്ളൂ. ഇതിൻ്റെ അബവ് ക്ലോസിങ് പറയണം. ദാറ്റ് മീൻസ് 23,000 ഈ ഫുൾ ഗ്യാപ്പ് 23,050 or 60 ഇതിൻ്റെ അബവ് പ്രൈസ് ഡെയിലി ടൈം ഫ്രെയിമിൽ ക്ലോസിങ് തരണം. ഓക്കെ, എന്നിട്ടാണ് നമുക്ക് കൺഫർമേഷൻ കിട്ടാൻ തുടങ്ങുകയുള്ളൂ. റൈറ്റ്, ശ്രദ്ധിച്ചോളൂ. എന്നിട്ടാണ് നമുക്ക് ഫസ്റ്റ് കൺഫർമേഷൻ കിട്ടുമെന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ അബവ് പ്രൈസ് ഡെയിലി ടൈം ഫ്രെയിമിൽ പ്രൈസ് ഈ ഗ്യാപ്പ് എക്സോഷൻ ഗ്യാപ്പിന് ഇതിൻ്റെ അബവ് പ്രൈസ് ക്ലോസിങ് തന്നാൽ നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടും. ഫസ്റ്റ് കൺഫർമേഷൻ ദാറ്റ് മീൻസ് ഈ പ്രൈസ് റിവേഴ്സൽ അടിക്കാൻ ശ്രമിക്കുന്നു ഇൻ ഡെയിലി ടൈം ഫ്രെയിം ഡെയിലി ടൈം ഫ്രെയിമാണ്. സോ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ വരുന്നത് സെക്കൻഡ് വീക്ക്ലി ടൈം ഫ്രെയിം. ഇനി നമ്മൾ വീക്കിലേക്ക് പോകാം. വീക്ക്ലി ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വീക്ക്ലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യേണ്ടത് നമ്മുടെ ഈ ലാസ്റ്റ് വീക്കില്ലേ അതിൻ്റെ ഹൈഡ് അബവ് വീക്ക്ലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. അപ്പോൾ വീക്ക്ലിയിൽ കൺഫർമേഷൻ കിട്ടും. മനസ്സിലായ? ശ്രദ്ധിക്കണം. ഡെയിലി ടൈം ഫ്രെയിമിൽ ഇങ്ങനെ, വീക്ക്ലി ടൈം ഫ്രെയിമിൽ ലാസ്റ്റ് വീക്കിൻ്റെ ഹൈ ഈ ഒരു ഹൈഡ് അബവ് നമ്മുടെ വീക്ക്ലി ക്യാൻഡിൽ ഇതിൻ്റെ അബവ് ക്ലോസിങ് തരണം. എന്നിട്ടാണ് വീക്ക്ലി ടൈം ഫ്രെയിമിലും കൺഫർമേഷൻ കിട്ടും. സോ ഡെയിലി ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ കിട്ടുന്നത് നമ്മുടെ ഈ എക്സോഷൻ ഗ്യാപ്പ് നമ്മൾ കണ്ടില്ലേ, അതിൻ്റെ അബവ് ഡെയിലി ടൈം ഫ്രെയിമിൽ ക്യാൻഡിൽ ക്ലോസ് ആവണം. വീക്ക്ലി ടൈം ഫ്രെയിമിൽ എപ്പോഴാണ് ഈ ലാസ്റ്റ് വീക്കിൻ്റെ ഹൈഡ് അബവ്. ഇതൊക്കെ എല്ലാം നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അത്രയ്ക്ക് പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ, നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇതൊക്കെ ശരിക്കും ഒരു നല്ല ഒരു കൂടിയ കോഴ്സസിൽ മാത്രമേ ഇങ്ങനത്തെ കാര്യം ഡിസ്കസ് ചെയ്യാറുള്ളൂ കേട്ടോ. സോ എനിക്ക് ഇത്രേ ഉള്ളൂ. ഇനി നമ്മുടെ പറയാനുള്ളത് ബോട്ടം ഔട്ട്, അങ്ങനെ ബോട്ടം ഔട്ടേ ഉള്ളൂ. താഴേക്ക് വന്നാലും നമ്മുടെ ഇവിടെ താഴേക്ക് വന്നാലും അവിടെ തന്നെ. സോ ഇത്ര വരെ ഞാൻ ഈ ഒരു ഏരിയ വരെ ഞാൻ നോക്കുന്നുള്ളൂ. ഇൻ റെയർ കേസസ് വന്നാലും ഞാൻ അവിടെ വരും റെഡിയാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടി ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ EMA സപ്പോർട്ട് കൂടി കിട്ടുന്നുണ്ട് കേട്ടോ. അതൊന്നും ശ്രദ്ധിക്കുക. EMA നിങ്ങൾ നോക്കുന്ന ആളാണെങ്കിൽ EMA നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് അതിൻ്റെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടാകും. ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് വേഗം ഇൻട്രാഡേ ലെവൽസിലേക്ക് വരാം. ഓക്കെ, സോ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്ത്. ഓക്കെ, ഇനി ഒന്നും നോക്കണ്ട. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫസ്റ്റ് സെല്ലിംഗ് സോണാണ്. 15 minutes ടൈം ഫ്രെയിമിൽ യെസ്, ഈ ഒരു റെഡ് ക്യാൻഡിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആണ് വരുന്നത് 15 minutes ടൈം ഫ്രെയിമിൽ. ഈ ഗ്യാപ്പ് എന്തായാലും റെസിസ്റ്റൻസ് ആണ് കേട്ടോ. ഗ്യാപ്പ് എന്തായാലും ഇത് ഇവിടെ 23,080 ആണ് വരുന്നത്. അതൊരു റെസിസ്റ്റൻസും തന്നെയാണ്. അതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവാൻ തുടങ്ങിയാൽ മേ ബി ശരിക്കും അവർക്ക് ട്രാപ്പ് ചെയ്യാനാണെങ്കിൽ അവർ ഓപ്പൺ ചെയ്തതിൻ്റെ അബവ് തരണം. ഓക്കെ, 23,070 or 80 അബവ് എന്നിട്ട് നേരെ മുകളിലേക്ക് അടിച്ച് കയറ്റണം. അതാണ് അസൽ ട്രാപ്പ്. ഓക്കെ, നോക്കാം. ഇനി അവിടെ ഇതിലാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ യെസ്, ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഡൈവർജൻസ് നമ്മൾ നോക്കുകയാണല്ലോ. ഡൈവർജൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ഡൈവർജൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കണ്ടോ, 1 hour ചാർട്ടിൽ ഇവിടെ ലോ അടിച്ചു. ഓക്കെ, താഴെ നമ്മൾ നോക്കുക. സോറി, ഞാൻ കുറച്ചുകൂടി വലുതാക്കി ഞാൻ കാണിച്ചു കേട്ടോ. യെസ്, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഡൈവർജൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ലോ മുകളിലേക്ക് ഇൻഡസ്ട്രി കട്ട് നോക്കുകയാണെങ്കിൽ ഓക്കെ, താഴെ ഇത് ലോ ആണ്. ഇവിടെ നല്ലൊരു ഡീപ്പ് ലോ വന്നേക്കുന്നതാണ്. ആൻഡ് ദെൻ ഇവിടെ പ്രൈസ് നമ്മൾ RSI താഴത്തെ RSI നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ RSI ഇവിടെ 30 അടുത്ത് സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഡൈവർജൻസ് ഉണ്ട്, ബുള്ളിഷ് ഡൈവർജൻസ് ഉണ്ട് 1 hour ചാർട്ടിൽ. ഓക്കെ, ഇനി പ്രൈസ് ഇതിൻ്റെ അബവ് ഇന്നടിച്ചല്ലോ, അതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഫോർ ഫർദർ അപ്പ് മൂവ്. ഓക്കെ, സോ 15 minutes ചാർട്ടിൽ എനിക്ക് അത്ര ഇൻട്രാഡേ ലെവൽസ് ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് കയറുവാണെങ്കിൽ ഐ തിങ്ക് നമ്മുടെ ഈ എക്സ്പാൻഡ് ട്രയാങ്കിൾ മുകളിൽ പെട്ടെന്ന് എത്തേണ്ടതാണ്. ബട്ട് ഈ ലോ സേവ് ചെയ്യണം കേട്ടോ, എന്നിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പോകാം. ബാങ്ക് നിഫ്റ്റി ലെവൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി ഞാൻ കണ്ടോ എത്ര ദിവസമായിട്ട് നമ്മൾ ഇത് തന്നെ ഡിസ്കസ്. ബാങ്ക് നിഫ്റ്റി പെർഫെക്റ്റ്ലി സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി ആയാലും നിഫ്റ്റി ആയാലും എല്ലാ ഇൻഡെക്സും നമ്മുടെ ഈ എക്സ്പാൻഡിങ് ട്രയാങ്കിളിൽ അവിടെ തന്നെ ആ ഒരു ഏരിയ തന്നെയാണ്. പെർഫെക്റ്റ്ലി ഞാൻ പറയത്തില്ല, ബട്ട് ആ ഒരു ഏരിയ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി. ഇനി നമ്മൾ ഈ ബാങ്ക് നിഫ്റ്റിയിൽ സോ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇച്ചിരി
തിരക്കിലാണ് ഇപ്പോൾ എന്നുള്ളത് വേഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, ഫസ്റ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഹൈ ആണ്. ചെറിയ റെസിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ ഈ ഒരു റെസിസ്റ്റൻസ്. താഴത്തെ സപ്പോർട്ട് ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു. ഇനി ലേറ്റസ്റ്റ് അടിച്ച ലോ ആണ് സപ്പോർട്ടായിട്ടായിരിക്കുള്ളൂ. ഓക്കെ, പിന്നെ ഫസ്റ്റ് റെസിസ്റ്റൻസ്, ദെൻ സെക്കൻഡ് റെസിസ്റ്റൻസ്, ആൻഡ് ദെൻ ഈ ഒരു ഗ്യാപ്പ്. ഓക്കെ, സോ വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ, ശ്രദ്ധിക്കണം എല്ലാവരും കൂടി. റിവേഴ്സൽ അടിക്കുകയാണെങ്കിൽ ഫാസ്റ്റ് റിവേഴ്സൽ അടിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ആയിരിക്കും. വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ട് ഫാസ്റ്റ് റിവേഴ്സൽ അടിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ആയിരിക്കും, ശ്രദ്ധിച്ചേക്കണം. ഞാൻ കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിഫ്റ്റിനേക്കാളും ഫാസ്റ്റ് റിവേഴ്സൽ ബാങ്ക് നിഫ്റ്റി എടുക്കുള്ളൂ. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ആ ഒരു ലോ കണ്ട, ലോ ഇതുവരെ ലോ ഇവിടെ ബ്രീച്ച് ചെയ്തു, ബട്ട് എന്തായാലും സഡൻ ഒരു ബൈങ് വന്നേക്കാനാണ്. ഓക്കെ, സോ ഇൻഡെക്സിൽ പവർ ഉണ്ട്, ഇല്ലണ്ടല്ല ബാങ്ക് നിഫ്റ്റിയിൽ. ഷോർട്ട് അടിക്കില്ലേ ഇപ്പോൾ എന്തായാലും ഷോർട്ട് നോക്കിയിട്ട് ഇൻട്രഡേ പർപ്പസിൽ നിങ്ങൾ ഷോർട്ട് ചെയ്തോളൂ. ഞാൻ ഇല്ലാന്ന് പറയുന്നത് ചെറിയ ചെറിയ സ്മോൾ ഒരു 5 or 10 points 15 points അങ്ങനെയൊക്കെ നിങ്ങൾ ഷോർട്ട് ചെയ്തോളൂ. ബട്ട് ബിഗർ ടൈം ഫ്രെയിമിൽ നിങ്ങൾ ആരും ഷോർട്ട് ചെയ്യേണ്ടതാണ്. മീൻസ് ബിഗർ കൂടുതൽ പോയിൻറ്റ്സിന് വേണ്ടി ആരും അതൊന്നും എടുക്കണ്ട. ചെറിയ അതായിട്ട് പ്ലേ ചെയ്യാം ഇതിൽ. ഓക്കെ, ഇനി സെൻസെക്സിലേക്ക് കിടക്കാം. സെൻസെക്സിൽ 75,810 ആൻഡ് സഡൻ റെസിസ്റ്റൻസ്. പിന്നെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇതാണ് വരുന്നത്, ഹേർഡൽ വരുന്നുണ്ട് കേട്ടോ. സെൻസെക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു 2 ഹേർഡിൽസാണ് നമ്മൾ സെൻസെക്സിൽ നിന്ന് നോക്കുകയാണെങ്കിൽ. പിന്നെ ഈ ഒരു ലോ ഡൈവർജൻസ് റേറ്റായി സെൻസെക്സ് നാളെ എക്സ്പയറി ഉണ്ട്. സോ മേ ബി ഒരു 15 minutes ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് എൻഡിങ് ഡയഗണൽ പാറ്റേൺ ആണ്. ഐ തിങ്ക് കണ്ടോ, സോ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന എൻഡിങ് ഡയഗണൽ പാറ്റേൺ ആണ്. 1 2 3 ആയിട്ടുള്ളൂ. ഇതേ ടൈപ്പ് ഓഫ് എൻഡിങ് ഡയഗണൽ പാറ്റേൺ ആണ്. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ ഓക്കെ, സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ വീണ്ടും റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വന്നിട്ട് പിന്നെ ആയിരിക്കും ഫർദർ അപ്പ് മൂവ് എന്ന് കിട്ടുന്നത്. ഓക്കെ, 2 ഹേർഡൽ കറക്റ്റ് ഈ ഹേർഡലുണ്ട്. 75,700 and 800 ഇതുള്ളൊരു ഹേർഡലാണ്. ഇതിനിടയിൽ ബാക്കി ചെറിയ എസൽസ് ഉണ്ട്. മേജർ എസലൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. സോ പ്രൈസ് നേരെ മുകളിലേക്ക് പോയാൽ അവിടെ നിന്ന് റെസിസ്റ്റൻസ് താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഓർ ഇതിൻ്റെ അബവ് 75,810 അബവ് സസ്റ്റെയിൻ ആവണം ഫോർ ഫർദർ നേരെ അത്യാവശ്യം നല്ലൊരു മൂവ് മുകളിലേക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. ഓക്കെ, ലേറ്റസ്റ്റ് നിയറസ്റ്റ് റെസിസ്റ്റൻസ് നോക്കാനാണെങ്കിൽ ഇത് നോക്കിക്കോളൂ. 1 2 3 ഇതായിരിക്കും. ഓക്കെ, 75,780. ഓക്കെ, 75,480 ഇതാ. ഓക്കെ, സോ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ശരി, തിരക്കില്ലാണ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ. താങ്ക് യു.